നമസ്കാരം. ഗവൺമെൻറ് IT മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിജിമോൾ. ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡ് 2ാം വർഷ സിലബസിലെ DC to DC കൺവേർട്ടർ എന്ന പാഠഭാഗത്തിൻ്റെ 3ാമത്തെ ക്ലാസ്സാണ് ഈ വീഡിയോയിലുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബക്ക് കൺവേർട്ടറിനെ കുറിച്ചും അതിൻ്റെ ബേസിക് സർക്യൂട്ടിൻ്റെ വർക്കിങ്ങും പഠിച്ചു. ഇനി നമുക്ക് IC LM2576 ഉപയോഗിച്ചിട്ടുള്ള ബക്ക് കൺവേർട്ടർ സർക്യൂട്ടാണ് പഠിക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ പാഠഭാഗങ്ങൾ: ഇൻട്രൊഡക്ഷൻ ഓഫ് IC LM2576, ഫീച്ചേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ദ IC, പിൻ കോൺഫിഗറേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ IC, buck converter circuit diagram using the IC, and working of the circuit. ആദ്യം ഇൻട്രൊഡക്ഷൻ. The IC LM2576 is a switch mode step down voltage regulator. A step down voltage regulator ആണ് സ്വിച്ച് മോഡിൽ വർക്ക് ചെയ്യുന്നത്. It uses the buck converter topology to step down and regulate the voltage. ICയുടെ പിക്ചർ തന്നിട്ടുണ്ട്. These devices are available in fixed voltage and adjustable voltage version. ഈ IC LM2576 എന്ന് പറയുന്നത് നമുക്ക് ഫിക്സഡ് വോൾട്ടേജുകളിലും അവൈലബിൾ ആണ്, അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് IC ആയിട്ടും അവൈലബിൾ ആണ്. And it is available in TO220. ഇപ്പം തന്നിരിക്കുന്ന പിക്ചർ TO220 പാക്കേജിലുള്ളതാണ്. അതുപോലെ ആൻഡ് TO263 പാക്കേജ്, താഴെ TO263 പാക്കേജിൻ്റെ പിക്ചർ ഉണ്ട്. These regulators are simple to use. It includes ഫോൾട്ട് പ്രൊട്ടക്ഷൻ ആൻഡ് എ ഫിക്സഡ് ഫ്രീക്വൻസി ഓസിലേറ്റർ. ഈ ICയുടെ ഇൻസൈഡിൽ നമുക്ക് ഫോൾട്ട് പ്രൊട്ടക്ഷനും സർക്യൂട്ട് ഉണ്ട്, അതുപോലെ ഫിക്സഡ് ഫ്രീക്വൻസി ഓസിലേറ്റർ എന്നുള്ള സർക്യൂട്ട് ഉണ്ട്. ദിസ് IC സീരീസ് ഓഫേഴ്സ് എ ഹൈ എഫിഷ്യൻസി. ഈ ICയുടെ ഈ നമ്പറിലുള്ള എല്ലാ സീരീസും നമുക്ക് ഹൈ എഫിഷ്യൻസി തരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റീപ്ലേസ്മെൻറ്റ് ഫോർ 3 ടെർമിനൽ ലീനിയർ റെഗുലേറ്റേഴ്സ്. ഏതാ? നമ്മുടെ 78 ആൻഡ് 79 സീരീസ്. അതിന് ഹൈ എഫിഷ്യൻസി റീപ്ലേസ്മെൻ്റ് ആണ് നമ്മളുടെ ഈ IC LM2576 സീരീസ്. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് സൈസ് ഓഫ് ദ ഹീറ്റ് സിങ്ക്. കാരണം എഫിഷ്യൻസി ഹൈ ആയതുകൊണ്ട് ലോസ് കുറഞ്ഞിട്ട് നമുക്ക് ഹീറ്റ് സിങ്കിൻ്റെ സൈസ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് സ്റ്റാൻഡേർഡ് ഇൻഡക്ടേഴ്സ് ആർ സ്യൂട്ടബിൾ ഫോർ ദിസ് IC. ഈ IC ഉപയോഗിച്ച് നമ്മൾ സർക്യൂട്ട് വർക്ക് ചെയ്യിക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നോർമലി അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വാല്യൂസ് ഇതിന് സ്യൂട്ടാണ്. ദിസ് സിംപ്ലിഫൈസ് ദ ഡിസൈൻ ഓഫ് SMPS. അടുത്ത് നമുക്ക് IC LM2576 അതിൻ്റെ പിൻ കോൺഫിഗറേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നോക്കാം. ICയുടെ പിക്ചറാണ് തന്നിരിക്കുന്നത്. 5 പിന്നുകളാണുള്ളത്. ഫസ്റ്റ് പിൻ സാധാരണ പോലെ തന്നെ ഫസ്റ്റ് പിന്നിൽ അവിടെ ഡോട്ട് ഉണ്ടാവും, അതാണ് ഫസ്റ്റ് പിൻ. ഇനി നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. പിൻ 1 V ഇൻപുട്ട്. ഫസ്റ്റ് പിൻ ഇൻപുട്ടാണ്. അൺറെഗുലേറ്റഡ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് പിന്നിലാണ്. സെക്കൻഡ് പിൻ V ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എടുക്കുന്നത് പിൻ നമ്പർ 2. ആൻഡ് 3 ഗ്രൗണ്ട്. ഇപ്പോൾ പിൻ 1 ഇൻപുട്ട്, 2 ഔട്ട്പുട്ട്, 3 ഗ്രൗണ്ട്. നെക്സ്റ്റ് പിൻ നമ്പർ 4 ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് സെൻസ് ഇൻപുട്ട് പിന്നാണ് പിൻ നമ്പർ 4. പിൻ നമ്പർ 5 ഓൺ ഓഫ്. ഓൺ ഓഫ് പിന്നാണ് പിൻ നമ്പർ 5. അതിൻ്റെ ഫങ്ഷൻസ് ഒന്നുകൂടെ നോക്കാം. പിൻ നമ്പർ 1 സപ്ലൈ ഇൻപുട്ട് പിൻ ടു കളക്ടർ ഓഫ് ഇൻറ്റേർണൽ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ഈ ICയുടെ ഉള്ളിലുള്ള ഒരു സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്കാണ് ഈ ഫസ്റ്റ് പിൻ ചെല്ലുന്നത്. സെക്കൻഡ് പിൻ ഔട്ട്പുട്ട് പിൻ ഓഫ്
പവർ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ. ഈ സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടാണ്, അതായത് എമിറ്ററാണ് ഏത്, നമ്മുടെ പിൻ നമ്പർ 2. പിൻ നമ്പർ 3 ഗ്രൗണ്ടാണ്. പിൻ നമ്പർ 4 നമ്മൾ പറഞ്ഞു ഫീഡ്ബാക്ക് സെൻസ് ഇൻപുട്ട് പിന്നാണ്. ഫോർ അഡ്ജസ്റ്റബിൾ വേർഷനുള്ള ഐ സികൾക്ക് കണക്ട് ദിസ് പിൻ ടു ദ മിഡ് പോയിന്റ് ഓഫ് വോൾട്ടേജ് ഡിവൈഡർ. അതേസമയം ഫിക്സഡ് വേർഷനിലുള്ള സർക്യൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കണക്ട് ദിസ് പിൻ ഡയറക്ട്ലി ടു ഔട്ട്പുട്ട് കപ്പാസിറ്റർ. അടുത്തത് പിൻ നമ്പർ 5 ഓൺ ഓഫ്. എനേബിൾ ഇൻപുട്ട് ടു ദ ഇൻറ്റേർണൽ വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പോൾ ഈ പിൻ 5 ചെയ്യുന്നത് നമ്മൾ എനേബിൾ ഇൻപുട്ടാണ്. അത് ഐ സിയുടെ ഉള്ളിൽ ഇൻറ്റേർണൽ വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്. അതിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ഗ്രൗണ്ട്. 5th പിന്ന് ഗ്രൗണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ സിയുടെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ വോൾട്ടേജ് റെഗുലേറ്റർ എനേബിൾ ആവുന്നു, ഓൺ ആവുന്നു. ഇനി നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. ഐ സിയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോർ ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് 3.3 വോൾട്ട്, 5 വോൾട്ട്, 12 വോൾട്ട്, 15 വോൾട്ട്. അതായത് നമ്മുടെ ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റർ ഐ സിസ് ഉണ്ട്, LM2576. അത് നമുക്ക് ഈ പറയുന്ന വോൾട്ടേജുകളിൽ 3.3 വോൾട്ടിൽ അവൈലബിൾ ആണ്, 5 വോൾട്ടിൽ അവൈലബിൾ ആണ്, 12 വോൾട്ട് അവൈലബിൾ ആണ്, 15 വോൾട്ട് അവൈലബിൾ ആണ്. അഡ്ജസ്റ്റബിൾ വേർഷൻ ഐ സിയുടെ അഡ്ജസ്റ്റബിൾ വേർഷൻസ് ഔട്ട്പുട്ട് വോൾട്ടേജ് റേഞ്ച് ഫ്രം 1.23 വോൾട്ട് മുതൽ 37 വോൾട്ട് വരെ. നെക്സ്റ്റ്, ദിസ് ഐ സി ഈസ് കേപ്പബിൾ ഓഫ് ഡ്രൈവിംഗ് 3 ആംപിയർ ലോഡ്. 3 ആംപിയർ ലോഡ് ഡ്രൈവ് ചെയ്യാൻ കേപ്പബിൾ ആണ് ഐ സി വിത്ത് എക്സലൻറ്റ് ലൈൻ ആൻഡ് ലോഡ് റെഗുലേഷൻ. ലൈൻ വോൾട്ടേജ് റെഗുലേഷനും കിട്ടുന്നുണ്ട്, അതുപോലെ ലോഡ് കറന്റ് റെഗുലേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, അത് എക്സലൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. വൈഡ് ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച് വൈഡ് ആണ്. അപ് ടു മാക്സിമം നമുക്ക് 40 വോൾട്ട് വരെ നോർമൽ ഐ സിയിൽ കിട്ടുന്നുണ്ട്. ആൻഡ് ഫോർ ഹൈ വോൾട്ടേജ് വേർഷൻ ഇറ്റ് ഈസ് അപ് ടു 60 വോൾട്ട്. 40 വോൾട്ട് മുതൽ 60 വോൾട്ട് വരെ ഹൈ വോൾട്ടേജ് വേർഷൻ അവൈലബിൾ ആണ്. ദ സർക്യൂട്ട് റിക്വയേഴ്സ് മിനിമം എക്സ്റ്റേണൽ കോമ്പോണൻസ് ആൻഡ് ഇൻറ്റേർണൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 52 കിലോ ഹെഡ്സ് ആണ്. അപ്പോൾ 52 കിലോ ഹെഡ്സ് ഫ്രീക്വൻസിയാണ് ഇൻറ്റേർണൽ ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈ നല്ല സ്പീഡ് കൂടിയ ഫ്രീക്വൻസിയാണ്. സെൽഫ് പ്രൊട്ടക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഐ സിയിൽ ത്രൂ ഏതൊക്കെയാണ്, തെർമൽ ഷട്ട് ഡൗൺ ആൻഡ് കറന്റ് ലിമിറ്റ് പ്രൊട്ടക്ഷൻ. ഇനി ഐ സിയുടെ ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. സിമ്പിൾ ഹൈ എഫിഷ്യൻസി സ്റ്റെപ്പ് ഡൗൺ റെഗുലേറ്റർ ആണ്. യൂസ്ഡ് ഇൻ ബാറ്ററി സർക്യൂട്ട്സ് ആണ്. എക്സാമ്പിൾ ഇപ്പോൾ 12 വോൾട്ടിൻ്റെ സർക്യൂട്ടിൽ നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് നമുക്ക് എടുക്കാനായിട്ട് 12 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ നിന്നും നമുക്ക് റിക്വയർഡ് വോൾട്ടേജ് എത്രയാണ് അതിനനുസരിച്ച് ബക്ക് കൺവേർട്ടർ സർക്യൂട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ ഐ സി ഉപയോഗിച്ചിട്ട്. എഫിഷ്യൻറ്റ് പ്രീ റെഗുലേറ്റർ ഫോർ ലീനിയർ റെഗുലേറ്റേഴ്സ്, അതുപോലെ ഓൺ കാർഡ് സ്വിച്ചിങ് റെഗുലേറ്റേഴ്സ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്മോൾ SMPS സർക്യൂട്ട്സ്. ഇതൊക്കെയാണ് ഐ സിയുടെ ആപ്ലിക്കേഷൻസ്. അടുത്തത് ബക്ക് കൺവേർട്ടർ സർക്യൂട്ട് യൂസിങ് IC LM2576. അപ്പം നമ്മളുടെ ഐ സിയുടെ അത്യാവശ്യ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ എന്തിലേക്ക് കിടക്കുകയാണ്, ബക്ക് കൺവേർട്ടർ സർക്യൂട്ട്. ബക്ക് കൺവേർട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാളും ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഇൻപുട്ടിൽ നമുക്ക് അൺറെഗുലേറ്റഡ് ഇൻപുട്ട് കൊടുക്കാം. അത് നമ്മൾ കൊടുക്കുന്ന ഈ സർക്യൂട്ടിൽ നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്ന സർക്യൂട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്നത് 7 വോൾട്ട് മുതൽ 40 വോൾട്ട് വരെ ഉള്ള വോൾട്ടേജസ് നമുക്ക് അവിടെ കൊടുക്കാം. അങ്ങനെയുള്ളൊരു സർക്യൂട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. 7 വോൾട്ട് ടു 40 വോൾട്ട് അൺറെഗുലേറ്റഡ് ഇൻപുട്ട്. ഔട്ട്പുട്ട് +5 വോൾട്ട് റെഗുലേറ്റഡ് ആണ്. DC ഔട്ട്പുട്ട് +5 വോൾട്ടിൻ്റെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യാണ് സർക്യൂട്ടിലേക്ക്. സ്റ്റാർട്ടിങ്ങിൽ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു, അത് 100 മൈക്രോ ഫാരഡ് ആണ്. അടുത്തത് നമ്മൾ IC LM2576, അത് 5 വോൾട്ടിൻ്റെ IC ആണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് 5 വോൾട്ടാണ് ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന IC 5 വോൾട്ടാണ്, 5.0 എന്ന് എഴുതിയിരിക്കുന്നത്.
ഇനി നമ്മൾ ഐ സിയുടെ തേർഡ് പിൻ ഗ്രൗണ്ടാണ്, അതിന് നമ്മൾ ഗ്രൗണ്ട് ചെയ്തു. അതുപോലെ നമ്മൾ അൺറെഗുലേറ്റഡ് ഇൻപുട്ട് എടുത്ത് പിൻ നമ്പർ 1 കൊടുത്തു. അടുത്തത് പിൻ 2 നിന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുകയാണ്. ഐ സിയുടെ പിൻ നമ്പർ 2 നിന്ന് ഔട്ട്പുട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഔട്ട്പുട്ടിലേക്ക് നമ്മൾ ഇൻഡക്ടർ കണക്ട് ചെയ്തു, അത് 100 മൈക്രോ ഹെൻറി ആണ്. അത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ കണക്ട് ചെയ്തു, അത് 1000 മൈക്രോ ഫാരഡ് ആണ്. കപ്പാസിറ്ററിന് അക്രോസ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. 5 വോൾട്ട് അൺറെഗുലേറ്റഡ് കിട്ടും. ഇനി നമ്മൾ ഡയോഡ് കണക്ട് ചെയ്യുകയാണ്. അത് 1N5822 ഡയോഡാണ്. അടുത്തത് നമ്മൾ ഔട്ട്പുട്ട് കപ്പാസിറ്ററിൻ്റെ അവിടെ നിന്നും ഫീഡ്ബാക്ക് എടുത്ത് ഐ സിയുടെ പിൻ നമ്പർ 4 കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് ജസ്റ്റ് അടുത്തത് പിൻ നമ്പർ 5 ഓൺ ഓഫ് പിൻ. ആ പിൻ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നത് നമ്മൾ മുമ്പ് പഠിച്ചു. 5th പിൻ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്താലേ അതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ വോൾട്ടേജ് റെഗുലേറ്റർ എനേബിൾ ആവുകയുള്ളൂ. അപ്പം നമ്മൾ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു. അപ്പം നമുക്ക് ഈ സർക്യൂട്ട് സ്റ്റാർട്ടിംഗ് പോർഷനിൽ കപ്പാസിറ്ററും ഐ സിയും ഉണ്ട്. ലാസ്റ്റ് പോർഷനിൽ നമ്മളുടെ ഫ്ലൈ വീൽ സർക്യൂട്ടും ഫീഡ്ബാക്ക് സർക്യൂട്ടും എല്ലാം ഉണ്ട്. നമ്മൾ മുമ്പ് പഠിച്ച ബേസിക് സർക്യൂട്ടുമായിട്ട് ഇതിനൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കമ്പാരിസൺസ് ഉണ്ടല്ലേ, നമുക്കൊന്ന് നോക്കാം. ബേസിക് സർക്യൂട്ടിലാണെങ്കിൽ ഒരു അൺറെഗുലേറ്റഡ് ഇൻപുട്ട് കൊടുക്കുന്നു, സ്വിച്ച് വരച്ചിട്ടുണ്ട്. സ്വിച്ചിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ കൺട്രോൾ പൾസസ് എന്നാണ് വരയ്ക്കി എഴുതുകയും ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളവിടെ ഫ്ലൈ വീൽ സർക്യൂട്ട് വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഫ്ലൈ വീൽ സർക്യൂട്ട് നമ്മൾ മുമ്പ് വരച്ച നമ്മളുടെ ഇപ്പോഴത്തെ ഐ സി സർക്യൂട്ടിൽ അതുപോലെ തന്നെ വരച്ചിട്ടുണ്ട്. പിന്നെ സ്വിച്ചിന് പകരമായിട്ട് നമ്മൾ ഐ സി ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഐ സി ആൻഡ് ഒരു ഇൻപുട്ട് കപ്പാസിറ്ററും അല്ലേ. പിന്നെ ഫീഡ്ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കൺട്രോൾ പൾസിന് പകരം. നമുക്കൊന്ന് നോക്കാം. ഇൻ ദിസ് ഡയഗ്രാം, നമ്മുടെ ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ വി റീപ്ലേസ്ഡ് സ്വിച്ച് ബൈ ഐ സി. നമ്മൾ ഐ സി ആണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് ബേസിക് ഡയഗ്രത്തിലെ സ്വിച്ചിന് പകരം. ആൻഡ് ഇൻപുട്ട് കപ്പാസിറ്റർ ഈസ് 100 മൈക്രോ ഫാരഡ്. അൺറെഗുലേറ്റഡ് ഇൻപുട്ട് 7 വോൾട്ട് 40 വോൾട്ട് വന്നാലും നമുക്ക് പ്രോബ്ലം വരുന്നില്ല, കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 100 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഡയോഡ് യൂസ്ഡ് ഈസ് ഷോർട്ട് കീ ഡയോഡ്. അതായത് നമ്മുടെ ഫ്ലൈ വീൽ സർക്യൂട്ട് ഔട്ട്പുട്ടിൽ അടുത്തായിട്ടുള്ള ഫ്ലൈ വീൽ സർക്യൂട്ട് ഉണ്ടല്ലോ, ആ ഫ്ലൈ വീൽ സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയോഡ് ഷോർട്ട് കീ ഡയോഡാണ്. കാരണം നമ്മുടെ ഐ സിയുടെ ഉള്ളിൽ ഇൻറ്റേർണൽ ഓസിലേറ്റർ വർക്ക് ചെയ്യുന്നത് 52 കിലോ ഹെഡ്സിലാണ്. 52 കിലോ ഹെഡ്സ്. ആ ഹൈ ഫ്രീക്വൻസിയിൽ സിഗ്നൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫാസ്റ്റ് സ്വിച്ചിങ് സ്പീഡുള്ള ഡയോഡ് ഉപയോഗിക്കുന്നു. ഫാസ്റ്റ് സ്വിച്ചിങ് സ്പീഡിൽ ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് തരുന്നതാണ് ഷോർട്ട് കീ ഡയോഡ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഷോർട്ട് കീ ഡയോഡ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ലോ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടക്ട് ചെയ്യുന്ന സമയം, ഫോർവേഡ് ബയസ് ആകുന്ന സമയം നമ്മുടെ ഷോർട്ട് കീ ഡയോഡിൽ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ 2 കാരണങ്ങളാൽ നമ്മൾ ഡയോഡ് യൂസ് ചെയ്യുന്നത് ഷോർട്ട് കീ ഡയോഡാണ്. ആൻഡ് ഫീഡ്ബാക്ക് ഫ്രം ഔട്ട്പുട്ട് ഈസ് ദർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കപ്പാസിറ്ററിന് ഔട്ട്പുട്ട് എടുത്തപ്പോൾ അവിടെ നിന്ന് ഒരു ഭാഗം കൊണ്ടുവന്ന് ഐ സിയുടെ പിൻ നമ്പർ 4 കണക്ട് ചെയ്തു. അത് ഐ സിയുടെ ഫീഡ്ബാക്ക് പിന്നാണ്, പിൻ നമ്പർ 4. നമ്മളുടെ പഴയ ബേസിക് സർക്യൂട്ടിലാണ് നമ്മൾ എന്താ മാർക്ക് ചെയ്തിരുന്നത്, അവിടെ കൺട്രോൾ പൾസസ്. അപ്പം നമ്മൾ പറയുമായിരുന്നു കൺട്രോൾ പൾസസ് ട്രാൻസിസ്റ്ററിൻ്റെ സ്വിച്ചിങ് ഓൺ ഓഫ് പീരിയഡിനെ കൺട്രോൾ ചെയ്യുന്നു ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട് എന്ന് പറയുക ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ടിൽ നിന്നും കണക്ഷൻ ഫീഡ്ബാക്ക് സർക്യൂട്ടിലേക്ക് പോകുന്നത് കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഐസിയുടെ വെളിയിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഐസിയുടെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം. സിഗ്നൽ ത്രൂ ഇന്റേണൽ ബ്ലോക്സ് ഓഫ് ഐ സി LM2576. അതിന് ഐ സിയുടെ ബ്ലോക്ക് നമ്മൾ ടോട്ടലായിട്ട് വരച്ചിരിക്കുന്നു. ഇവിടെ ഓൾ ഇന്റേണൽ ബ്ലോക്സ് ആർ നോട്ട് ഷോൺ. ഈ ഐ സിയുടെ ഉള്ളിൽ ആക്ച്വലി ഉള്ള എല്ലാ ബ്ലോക്സും സർക്യൂട്ട്സും ഞാനിവിടെ വരയ്ക്കുന്നില്ല.
നമുക്കിടെ ഒരു ബക്ക് കൺവേർട്ടർ സർക്യൂട്ട് അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമായ മിനിമം ബ്ലോക്സ് മാത്രം ഈ ഡയഗ്രത്തിൽ നമ്മൾ കാണിക്കുന്നുള്ളൂ. ആദ്യം തന്നെ നമ്മൾ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ, അടുത്തത് കമ്പാരേറ്റർ. കമ്പാരേറ്ററിൽ എപ്പോഴും കമ്പാരിസണാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു റെഫറൻസ് വോൾട്ടേജും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ വരുന്ന വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അടുത്തത് ഡ്രൈവർ സ്റ്റേജ് ആണ്. നെക്സ്റ്റ് അതിൽ ഒരു ഇൻറ്റേർണൽ വോൾട്ടേജ് റെഗുലേറ്റർ. ഇങ്ങനെ 4 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെ? സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ, കമ്പാരേറ്റർ, ഡ്രൈവർ, ഇൻറ്റേർണൽ വോൾട്ടേജ് റെഗുലേറ്റർ. ഇത്രയും ബ്ലോക്സേ നമ്മൾ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും നമ്മൾ ഈ ICയുടെ ഉള്ളിലുള്ള ഭാഗങ്ങൾ പറയുന്നില്ല കാര്യമായിട്ട്. ഇനി നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ്. ഈ ബ്ലോക്സിനെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുക. ആദ്യം ICയുടെ പിൻ നമ്പർ 3നെ ഗ്രൗണ്ട് ചെയ്തു. അടുത്തത് ICയുടെ പിൻ നമ്പർ 5, അതിൽ നിന്നും ഇൻറ്റേർണൽ വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് കണക്ഷൻ ഇട്ടു അല്ലേ. എന്താ? ICയുടെ പിൻ നമ്പർ 5ൽ നമ്മൾ ഗ്രൗണ്ട് കൊടുക്കുമ്പോഴാണ് ഇൻറ്റേർണൽ വോൾട്ടേജ് റെഗുലേറ്റർ ഓൺ ആവുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അടുത്തത് ഇൻപുട്ട് വോൾട്ടേജ്, അതായത് നമ്മളുടെ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഇൻപുട്ടിനെ ICയുടെ പിൻ നമ്പർ 1ലേക്ക് കൊടുത്തിരിക്കുന്നു. അത് നേരെ വന്ന് എവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ. സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്കാണ് ഇൻപുട്ട് വരുന്നത്. കളക്ടറിലേക്ക് വരുന്നതിൻ്റെ കാരണം ട്രാൻസിസ്റ്റർ സീരീസ് ട്രാൻസിസ്റ്ററാണ്. അടുത്തത് പിൻ നമ്പർ 2വിൽ നിന്നും നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നു. അത് പിൻ നമ്പർ 2 എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ. അടുത്തത് ICയുടെ പിൻ നമ്പർ 4ൽ ഫീഡ്ബാക്ക് പിൻ അല്ലേ, നമ്മളതൊക്കെ പറഞ്ഞിരുന്നു. പിൻ നമ്പർ 4ൽ നിന്നും ഫീഡ്ബാക്ക് ഒരു പോർഷൻ കമ്പാരേറ്ററിലേക്ക് കൊടുക്കുന്നു. കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട്, അതായത് എറർ വോൾട്ടേജ് ഏതിലേക്ക് കൊടുക്കുന്നു? ഡ്രൈവർ സ്റ്റേജിലേക്ക് കൊടുക്കുന്നു. ഡ്രൈവർ സ്റ്റേജ് സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിലേക്ക് കൊടുക്കുന്നു. അതായത് ഡ്രൈവർ സ്റ്റേജ് സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. അൺറെഗുലേറ്റഡ് ഇൻപുട്ട് ആറ്റ് പിൻ 1 goes to collector of switching transistor. ദാ അൺറെഗുലേറ്റഡ് ഇൻപുട്ട് പിൻ നമ്പർ 1ൽ കൊടുത്തത് ദാ പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങടേക്ക്? സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക്. അവിടെ എത്തി. ഇനിയോ? വി ഔട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ എമിറ്റർ അറ്റ് പിൻ 2. ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററിൽ നിന്ന് എടുക്കുന്നത് എമിറ്റർ പിന്നിലാണ്, എമിറ്റർ ടെർമിനലിലാണ്. എമിറ്റർ ടെർമിനൽ പിൻ നമ്പർ 2വിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാ പിൻ നമ്പർ 2വിലേക്ക് സിഗ്നൽ എത്തി, നമുക്ക് വോൾട്ടേജ് എത്തി. അടുത്തത് എ ഫ്രാക്ഷൻ ഓഫ് ഫീഡ്ബാക്ക് ഫ്രം പിൻ 4. പിൻ 4ൽ നമ്മൾ ഔട്ട്പുട്ടിൽ നിന്നൊരു ഫീഡ്ബാക്ക് എടുത്ത് കൊടുക്കും. ആ ഫീഡ്ബാക്കിൻ്റെ ഒരു ഫ്രാക്ഷൻ എവിടേക്ക് എത്തുന്നു? കമ്പാരേറ്റർ ഈസ് കമ്പയർഡ് വിത്ത് റഫറൻസ് വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് IC. അപ്പോൾ കമ്പാരേറ്ററിൽ ഈ റഫറൻസ് വോൾട്ടേജും നമ്മുടെ ഫീഡ്ബാക്കും തമ്മിൽ ഒരു കമ്പാരിസൺ ഒക്കെ ചെയ്തിട്ട് ആ കമ്പാരിസൺ ചെയ്ത് ഒരു എറർ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. എറർ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റേജിലേക്ക് കൊടുക്കും. നോക്കാം. ഇതാ കമ്പാരേറ്ററിലേക്ക് എത്തി. കമ്പാരേറ്ററും റഫറൻസും കൂടി കമ്പയർ ചെയ്ത് എറർ വോൾട്ടേജ് എത്തുന്നു. The compared output is used by internal driver stage. ഡ്രൈവർ സ്റ്റേജിലേക്ക് കൊടുക്കുന്നു. ദാ ഡ്രൈവർ സ്റ്റേജിലേക്ക് എത്തി. എന്തിനാണ്? ടു കൺട്രോൾ ട്രാൻസിസ്റ്റർ സ്വിച്ചിങ്. അത് നമുക്ക് നോക്കാം. ദാ ട്രാൻസിസ്റ്ററിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, ട്രാൻസിസ്റ്ററിൻ്റെ സ്വിച്ചിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ. അപ്പം ഡ്രൈവർ സ്റ്റേജിൽ നിന്നും ഔട്ട്പുട്ട് ഫീഡ്ബാക്കിനനുസരിച്ചുള്ള ഒരു കൺട്രോളിങ് ആക്ഷനാണ് ഏതിലേക്ക് എത്തുക? ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക്. അടുത്തത് കണക്ട് പിൻ 5 ടു ഗ്രൗണ്ട് ടു എനേബിൾ ഇൻറ്റേർണൽ വോൾട്ടേജ് റെഗുലേറ്റർ. ഇതാണ് ICയുടെ ഇൻറ്റേർണലി വരുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പിൻ നമ്പർ 1 ഇൻപുട്ട് അത് നേരെ ട്രാൻസിസ്റ്ററിൻ്റെ
കളക്ടറിലേക്കാണ് എത്തുന്നത്. പിൻ നമ്പർ 2 ഔട്ട്പുട്ട്, അത് എമിറ്ററിൽ നിന്നാണ് എടുക്കുന്നത്. പിൻ നമ്പർ 4 ഫീഡ്ബാക്ക്, അത് കമ്പാരറ്ററിലേക്ക് എത്തുന്നു. റെഫറൻസ് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ആ എറർ വോൾട്ടേജ് ഡ്രൈവർ ആ എറർ വോൾട്ടേജിനെ ഉപയോഗിച്ച് ഡ്രൈവർ സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിനെ കൺട്രോൾ ചെയ്യുന്നു, ഓൺ ഓഫിനെ കൺട്രോൾ ചെയ്യുന്നു. അത് നമുക്ക് പിൻ നമ്പർ 2ലേക്ക് അതിനനുസരിച്ച് ചോപ്ഡ് ഔട്ട്പുട്ട് കിട്ടുന്നു. ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ടിലേക്ക് തിരിച്ചു വരാം. ഇതിലിപ്പം ഐ സിയുടെ ഇൻറ്റേർണലി ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞു നമുക്ക്. അതുപോലെ ഈ ഐ സിയുടെ ഇൻപുട്ടിലുള്ള കാര്യങ്ങൾ മനസ്സിലായി, ഔട്ട്പുട്ട് ഏരിയയിലുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഫ്ലൈ വീൽ കോമ്പണൻസിൻ്റെ വർക്കിംഗ് നമ്മൾ ഓൾറെഡി ബേസിക് സർക്യൂട്ടിൽ പഠിച്ചത് തന്നെയാണ് അല്ലേ. ഇനി ഫീഡ്ബാക്കിൻ്റെ കാര്യങ്ങൾ പിടികിട്ടി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ നമ്മുടെ ബക്ക് കൺവേർട്ടർ സർക്യൂട്ട് യൂസിങ് IC LM2576ൻ്റെ വർക്കിംഗ് ആയി. അപ്പോൾ നമുക്ക് നോക്കാം. അൺറെഗുലേറ്റഡ് DC ഇൻപുട്ട് ഈസ് ഗിവൺ ടു IC പിൻ 1. ഇതാ പിൻ നമ്പർ 1ലേക്ക് അൺറെഗുലേറ്റഡ് ഇൻപുട്ട് കൊടുക്കുന്നു. അവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, 100 മൈക്രോഫാരഡ്. നെക്സ്റ്റ് ഔട്ട്പുട്ട് പിൻ നമ്പർ 2ലാണ്. ഈ 2ൽ ട്രാൻസിസ്റ്ററിൻ്റെ ഓൺ പീരിയഡിൽ നമുക്ക് നമ്മുടെ ഇൻഡക്ടറും കപ്പാസിറ്ററും ചാർജ് ചെയ്യും, ഔട്ട്പുട്ടിൽ വോൾട്ടേജും കിട്ടും. ഇനി നമ്മുടെ ഈ ഫീഡ്ബാക്ക് സർക്യൂട്ട് എപ്പോഴും ഈ ഔട്ട്പുട്ടിനെ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് റിക്വയർഡ് അവിടെ ആവശ്യമുള്ള വോൾട്ടേജ് ഉണ്ട്. അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ആ മൊമെൻറ്റിൽ നമ്മുടെ ഈ ഡ്രൈവർ സ്റ്റേജ് എന്ത് ചെയ്യും, നമ്മുടെ ട്രാൻസിസ്റ്ററിനെ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യിക്കും. സ്വിച്ച് ഓഫ് ചെയ്യുമ്പം ഇൻപുട്ടിൽ നിന്നുള്ള നമ്മുടെ അൺറെഗുലേറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് വരില്ല. ICയുടെ ഔട്ട്പുട്ട് പിന്നിൽ വോൾട്ടേജ് കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ പഠിച്ചതുപോലെ നമ്മുടെ ഫ്ലൈവീൽ കോമ്പണൻസിൽ, അതായത് ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്തിരുന്ന ചാർജ് ഉപയോഗിച്ച് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വോൾട്ടേജ് കിട്ടുന്നു. അപ്പോൾ അടുത്ത മൊമെൻറ്റിൽ അപ്പോൾ നമ്മുടെ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഔട്ട്പുട്ടിനെ. ഇപ്പോൾ ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ത് ചെയ്യുന്നു, അടുത്തത് പോരാ എന്നാൽ വേഗം ട്രാൻസിസ്റ്ററിനെ ഓൺ ചെയ്യിക്കാം. അങ്ങനെ പോയി ട്രാൻസിസ്റ്ററിനെ ഓൺ ചെയ്യിക്കുന്നു. ഓൺ ചെയ്യിക്കുമ്പം നമ്മുടെ ഇൻപുട്ടിലെ വോൾട്ടേജ് സെക്കൻഡ് പിൻ, അതായത് ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നു. വീണ്ടും നമ്മുടെ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു, ഔട്ട്പുട്ടിൽ നമുക്ക് വോൾട്ടേജും കിട്ടുന്നു. നെക്സ്റ്റ് ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ടിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മതി, ഇനിയിപ്പോൾ ട്രാൻസിസ്റ്ററിനെ ഓഫ് ചെയ്യിക്കാം എന്ന് വിചാരിച്ച് ട്രാൻസിസ്റ്ററിനെ പോയി ഓഫ് ചെയ്യിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ ഫ്ലൈവീൽ കോമ്പണൻസ് ആയ ഇൻഡക്ടറും കപ്പാസിറ്ററും ഡയോഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് തരും. ഇങ്ങനെയാണ് ഈ സർക്യൂട്ടിൻ്റെ വർക്കിംഗ്. Unregulated DC input is given to IC pin 1. Transistor output is obtained at IC pin 2. Use of flywheel circuit, അതായത് ഇൻഡക്ടർ, കപ്പാസിറ്റർ ആൻഡ് ഡയോഡ് മെയിൻറ്റെയിൻസ് കണ്ടിന്യൂസ് ഔട്ട്പുട്ട്. നമുക്കറിയാം ഓഫ് പീരിയഡിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു ഫ്ലൈവീൽ സർക്യൂട്ട്സ് ഉള്ളതുകൊണ്ട്. അപ്പം കണ്ടിന്യൂസ് ഔട്ട്പുട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടാൻ നമ്മുടെ ഫ്ലൈവീൽ കോമ്പണൻസ് ആണ് അവിടെ കഷ്ടപ്പെടുന്നത് അല്ലേ. നെക്സ്റ്റ്, from output, feedback is given to IC pin 4 with the help of comparator. കമ്പാരറ്ററിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഡ്രൈവർ സ്റ്റേജ് കൺട്രോൾസ് ട്രാൻസിസ്റ്റർ ഓൺ ആൻഡ് ഓഫ് പീരിയഡ്സ്. കമ്പാരറ്ററിൻ്റെ ഹെൽപ്പോട് കൂടി ഡ്രൈവർ സ്റ്റേജ് ട്രാൻസിസ്റ്ററിൻ്റെ ഓണിനെയും ഓഫിനെയും കൺട്രോൾ ചെയ്യുന്നു, ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജിനെ ബേസ് ചെയ്ത്. അങ്ങനെ we get regulated DC in the output. നമ്മളുടെ ഈ LM2576 ഉപയോഗിച്ചിട്ടുള്ള ബക്ക് കൺവേർട്ടർ സർക്യൂട്ടിൻ്റെ മോഡ്യൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും സർക്യൂട്ടും വർക്കിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനിയൊന്ന്
എന്തൊക്കെയാണ് പഠിച്ചതെന്ന് സമ്മറൈസ് ചെയ്യാം. ബക്ക് കൺവേർട്ടർ IC LM2576 ഇൻട്രൊഡക്ഷൻ ആൻഡ് ഫീച്ചേഴ്സ്. ഫിക്സഡ് വോൾട്ടേജിൽ അവൈലബിൾ ആണ് അല്ലേ? 3.3 വോൾട്ട്, 5 വോൾട്ട്, 12 വോൾട്ട്, 15 വോൾട്ട്. അതുപോലെ അഡ്ജസ്റ്റബിൾ വേർഷൻ അവൈലബിൾ ആണ് ICയുടെ. അതുപോലെ IC വൈഡ് ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച് ആണ്. നമ്മൾ ഉപയോഗിച്ച സർക്യൂട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ 7 വോൾട്ട് ടു 40 വോൾട്ടോ നമ്മൾ പറഞ്ഞില്ലേ ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച്. സിമ്പിൾ ടു യൂസ്. അതുപോലെ തന്നെ റിക്വയർസ് മിനിമം നമ്പർ ഓഫ് എക്സ്റ്റേണൽ കോമ്പണൻസ്. എത്ര സർക്യൂട്ടിൽ IC കൂടാതെ നമുക്ക് 4 കോമ്പണൻസ് ആവശ്യമായിട്ട് വന്നുള്ളൂ. അതുപോലെ ഇൻക്ലൂഡ്സ് ഫാൾട്ട് പ്രൊട്ടക്ഷൻ and it offers high efficiency replacement for linear regulators and it reduces the size of heat sink and standard available ആയിട്ടുള്ള ഇൻഡക്ടേഴ്സ് എല്ലാം ഈ സർക്യൂട്ടിന് സ്യൂട്ടാണ്. സിംപ്ലിഫൈസ് ദ ഡിസൈൻ ഓഫ് SMBS ആൻഡ് ICയുടെ ഇന്റേണലി തെർമൽ ഷട്ട് ഡൗണും കറന്റ് ലിമിറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ ഇനി നമ്മൾ പഠിച്ചത് IC ആപ്ലിക്കേഷൻസ് ആയിരുന്നു. ഹൈ എഫിഷ്യൻസി സ്റ്റെപ്പ് ഡൗൺ റെഗുലേറ്റർ ആണ്. എഫിഷ്യൻറ്റ് പ്രീ റെഗുലേറ്റർ ഫോർ ലീനിയർ റെഗുലേറ്റേഴ്സ്. ഓൺ കട്ട് സ്വിച്ചിങ് റെഗുലേറ്റേഴ്സ്. ഇതൊക്കെയായിരുന്നു നമ്മൾ ആപ്ലിക്കേഷൻസ് പഠിച്ചത്. അതുപോലെ IC പിൻ കോൺഫിഗറേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ പിൻ 1 ഫോർ ഇൻപുട്ട്, അതുപോലെ പിൻ നമ്പർ 2 ഫോർ ഔട്ട്പുട്ട് ആൻഡ് പിൻ നമ്പർ 3 ഫോർ ഗ്രൗണ്ട്, പിൻ നമ്പർ 4 ഫീഡ്ബാക്ക്, പിൻ നമ്പർ 5 ഓൺ ഓഫ്. അടുത്തത് സർക്യൂട്ട് യൂസിങ് IC LM2576. സർക്യൂട്ടിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് IC ആൻഡ് മെയിൻലി ഫ്ലൈവീൽ കോമ്പണൻസ്. ഇൻപുട്ട് പിൻ 1 കളക്ടർ ഓഫ് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ആണ്. ICയുടെ ഇന്റേണലിൽ നമ്മൾ പഠിച്ചു. ഔട്ട്പുട്ട് പിൻ എമിറ്റർ ഓഫ് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ആണ്, പിൻ 2. ആൻഡ് ഫ്ലൈവീൽ കോമ്പണൻസ്, ഫ്ലൈവീൽ സർക്യൂട്ട് ഔട്ട്പുട്ടിൽ കണ്ടിന്യൂസ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫീഡ്ബാക്ക് പിൻ 4 ആണ്. അത് കമ്പാരേറ്ററിലേക്ക് കൊടുക്കുന്നു. കമ്പാരറിൻ്റെ ഔട്ട്പുട്ട് ഡ്രൈവറിലേക്ക് പോകുന്നു. അത് ട്രാൻസിസ്റ്റർ സ്വിച്ചിങ്ങിനെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ട് സ്വിച്ച് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് റെഗുലേറ്റഡ് DC ഔട്ട്പുട്ടിൽ കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഈ യൂട്യൂബ് ചാനലിൽ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചോപ്പർ, അതായത് ബൂസ്റ്റ് കൺവേർട്ടർ പഠിക്കാം. താങ്ക് യു.